ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ അത് പുറത്ത് പറയാനോ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാനോ അത്രയും മടിയുള്ള ഒരു വേറെ വിഷയം തന്നെ ഉണ്ടാവില്ല. ഉദാഹരണ പ്രശ്നം തന്നെ ശീഘ്രസ്ഖലനം. ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഭാഗ്യ മാം ആണ്. Q1B ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. മാം, ഞാൻ ആദ്യം തന്നെ ഒരു വോയിസ് കേൾപ്പിച്ചുതരാം. നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ടുള്ള ഒരു ഓൺലൈൻ അതായത് ഓൺലൈനായിട്ട് മാമിനെ കൺസൾട്ടേഷൻ ചെയ്ത ഒരു പേഷ്യൻറ്റിൻ്റെ റിവ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ല സുഖം തോന്നും. അത് ഞാൻ പറഞ്ഞ രോഗത്തിൻ്റെതും എനിക്കൊരു 50% ക്യൂർ ആയിട്ടുണ്ട്. ഇത് തുടർന്നാൽ എനിക്കത് ഫുള്ളായിട്ട് മാറും എന്നുള്ള ഒരു ഹോപ്പ് ആയിട്ടുണ്ട്. കണ്ടോ, ഇവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർക്ക് തീരെ ഉദാഹരണം ഇല്ലാത്തടത്ത് നിന്ന് അവർക്കൊരു 50% മാറി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് അവരെത്തിയിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുവരാം. ഹായ്, ഞാൻ ജാഫർ. ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനൊന്ന് വിളിച്ചു നോക്കിയത്. അന്ന് 1 മന്തായി വിളിച്ചു നോക്കിയ ഡോക്ടർ ഭാഗ്യം എന്ന് പറഞ്ഞ ഡോക്ടറാണ് എനിക്ക് ഇത് ചെയ്തത്. വളരെ നീറ്റായിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവർ എൻ്റെ രോഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയാക്കി എനിക്ക് വിവരിച്ച് തന്നു. എല്ലാം സംശയങ്ങളെല്ലാം തീർത്ത് തന്നു. അവർ 2 മരുന്ന് തന്നു. പിന്നെ ഡയറ്റും എക്സസൈസും ഇതെല്ലാം വന്നിട്ട് നമ്മളെ സെബീന പറഞ്ഞു തന്നു. അവർ കറക്റ്റായിട്ട് 1 മന്ത് 3 നേരം കറക്റ്റായിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതുകൊണ്ട് ഞാനത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 75% ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ല സുഖം തോന്നും. അത് ഞാൻ പറഞ്ഞ രോഗത്തിൻ്റെതും എനിക്കൊരു 50% ക്യൂർ ആയിട്ടുണ്ട്. ഇത് തുടർന്നാൽ എനിക്കത് ഫുള്ളായിട്ട് മാറും എന്നുള്ള ഒരു ഹോപ്പ് ആയിട്ടുണ്ട്. വെയിറ്റ് നല്ല കുറഞ്ഞിട്ടുണ്ട്. ഞാൻ 82 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ 77 സംതിങ് ആയിട്ടുണ്ട്. നല്ലതാണ്, വളരെ നല്ലതാണ്. ഈ സെബീന സിസ്റ്ററും വളരെ നല്ല ഉഷാറായിട്ട് കാര്യങ്ങളും സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർക്കും നിങ്ങൾക്കും. ഓക്കെ, ബൈ. ഈ ഒരു പേഷ്യൻറ്റ് മാമിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്ത ആളായിരുന്നു. അപ്പം അവർക്ക് ഇത്ര റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കുറഞ്ഞ സമയം അവർ ഡയറ്റും അവർ എക്സസൈസും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത സമയത്ത് അവർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് 50% മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉദാഹരണം തീരെയല്ല പൂർണ്ണമായി നശിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിച്ച് വളരെ നോർമലായി കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഡോക്ടറെ, എന്തായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്? ഇപ്പം നമ്മളെടുത്ത് കൺസൾട്ടേഷന് വന്ന സമയത്ത് ആളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇറക്ഷൻ പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ആൾക്കൊരു റൂട്ട് കോസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ആൾക്ക് ഡയബറ്റീസും അതുപോലെ തന്നെ ഓവർ വെയ്റ്റും ഒബീസിറ്റി ആയിട്ടാണ് ആൾ നമ്മളെടുത്ത് വന്നത്. നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഡയറ്റീഷ്യനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ഡയറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആൾ വർക്കൗട്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ പരിമിതമായിട്ടുള്ള മെഡിസിൻസ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 1 മന്തിൽ തന്നെ ഒരു 50% ആൾക്ക് ക്യൂർ ആയി. അപ്പം ആൾ പറയുന്നുണ്ട് നമുക്ക് ഇനിയും ഫോളോ അപ്പ് എടുത്തു കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. അതെ, ഇതെല്ലാം നമ്മളെ കൈമ തന്നെയാണ്. അതായത് നമ്മൾ കൃത്യമായിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ നിന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യണം നമുക്കൊരാഗ്രഹം ഉണ്ടോ, ഇത് നടന്നിരിക്കും. കാരണം അത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മളെ ക്ലിനിക്കിൽ ഒരുപാട് ആളുകൾ ഇപ്പം പലപ്പോഴും നമുക്ക് വരാറുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻസിലും ആളുകൾ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ അവർ പറയുന്നത് ഡോക്ടറെ ഇപ്പോൾ പഴയതിനേക്കാൾ നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഇത് തീരെ, അതായത് ഉദാഹരണം പൂർണ്ണമായി നശിച്ചിട്ട് ഭാര്യ അത് ഫാമിലി പ്രോബ്ലം ആയിരുന്ന ആ സാഹചര്യത്തിൽ വരെ ഉള്ള പേഷ്യൻസ് വന്നിട്ട് ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന സമയങ്ങളുണ്ട്. അത്രയ്ക്ക് ഹാപ്പി. അതായത് നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. അതൊരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഈ രോഗിയിലേക്ക് തന്നെ നമ്മൾ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഉദാഹരണ പ്രശ്നമുള്ള കോസസ് എന്തായിരുന്നു? അപ്പോൾ ആൾക്ക് പ്രധാനമായിട്ടുള്ളൊരു കോസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണ പ്രശ്നം എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. പക്ഷേ അവർ വന്ന് പറയുന്നത് അവർക്ക് ഡയബറ്റീസ് ഉള്ള കാര്യം ചില പേഷ്യൻസ് പറയാറില്ല. അവർ ജസ്റ്റ് ഈ ഒരു ഇറക്ഷൻ പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഒരു ഉദാഹരണ പ്രശ്നം വരാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 2 രീതിയിൽ തന്നെ ആളുകളിൽ കാണിക്കാം. അതായത് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഉദാഹരണം നഷ്ടപ്പെട്ടിട്ട് കാണാം. മറ്റൊന്നെന്ന് പറയുന്നത് ഉദാഹരണ കുറവായിട്ടാണ്. അതായത്
ചെറിയ രീതിയിൽ ആൾക്ക് ഉദാഹരണം ഉണ്ട്. അപ്പോൾ നമ്മൾ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ആൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം കിട്ടുന്ന ഒരു സ്റ്റേജിലോട്ട് പോകാറുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് പ്രധാനമായിട്ടും ആൾക്ക് കാണുന്നത്. പിന്നെ മറ്റൊരു സ്റ്റേജ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് പ്രിമച്ചർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പം ഈ ദാമ്പത്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് വളരെ ചുരുക്ക സമയത്തിനുള്ളിൽ ശുക്ലം പുറത്തോട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. അപ്പം എല്ലാത്തിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കോസ് എന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പം ഒബിസിറ്റി ആണെങ്കിൽ നമ്മൾ ആളുടെ വണ്ണം കുറയ്ക്കണം, ശരീരത്തിലുള്ള ഫാറ്റ് കുറയ്ക്കണം. ഈ ഫാറ്റ് കൂടുന്ന സമയത്ത് എന്താണെങ്കിലും ശരീരത്തിൽ ഒരു ബ്ലോക്ക് ഫോർമേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡയബറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ, ഹൈ ബി പി ഒക്കെ നമുക്ക് എടുത്തു നോക്കാം. അതിലൊക്കെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഒരു ബ്ലോക്ക് ഫോർമേഷൻ തന്നെയാണ്. ഇപ്പോൾ ഇതിൽ ഇവർക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്, ഇപ്പം ഇവർക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്തായിരുന്നു? അവർക്ക് ഡയബറ്റീസ് ആയിരുന്നു, പ്ലസ് ഓവർ വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഹൈ ബി പി, കൂടുതൽ ബി പി ആവുന്ന സമയത്ത് കൊളസ്ട്രോൾ കൂടുന്ന, ഹാർട്ട് കംപ്ലയിൻസ് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ നേഴ്സിന് വരുന്ന പല കംപ്ലയിൻസും, കാരണം നമ്മുടെ ബ്രെയിനും മസിൽസും നേഴ്സും എല്ലാം പരസ്പരം കോർഡിനേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു കോർഡിനേഷൻ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ക്ലീറോസിസ് പേഷ്യൻ്റ് എടുക്കുക, അല്ലെങ്കിൽ പാർക്കിൻസണിസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഓവർ വെയിറ്റ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു കണ്ടീഷനിലോട്ട് പോകുന്നതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് പോലുള്ള പ്രശ്നങ്ങളിൽ കാണാം. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന നീർവീക്കം. അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഇഞ്ചുറീസ്. നമുക്ക് കൂടുതലായിട്ടും ആളുകളിൽ കാണുന്നതാണ് ഈ നട്ടലിന്, ഇടുപ്പിന്, മൂത്രസഞ്ചിക്ക്, പെനിസിനൊക്കെ വരുന്ന ഇഞ്ചുറീസ്. ചിലപ്പം അവർ ചെറിയ കാലഘട്ടത്തിലൊക്കെ നടുവടിച്ച് വീണതായിരിക്കാം. അത് ആ സമയത്ത് നമുക്ക് ചെറിയൊരു വേദനയായിട്ട് അതങ്ങ് പോയിട്ടുണ്ടായിരിക്കാം. പിന്നീട് വരുന്നൊരു പ്രശ്നമായിരിക്കാം ഇത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇപ്പം മാം ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ചുരുക്കി പിന്നെ പ്രശ്നങ്ങളൊന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഉദ്ധാന പ്രശ്നം ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്താൽ? ഒരു മെയിൻ കാരണം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അതോടെ സർക്കുലേഷൻ കുറയുന്നതാണ്. ഇപ്പോൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ലിംഗത്തിലോട്ടും ബ്ലഡ് വെസൽ പോകുന്നുണ്ട്. ഈ ബ്ലഡ് വെസലിൽ വരുന്ന ഒരു ബ്ലോക്കാണ് ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ. അതിൻ്റെ റൂട്ട് കോസസുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ബ്ലോക്ക് ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ ബ്ലോക്കിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് നോർമൽസിയിലോട്ട് വരണമല്ലോ. അപ്പം നിങ്ങൾ ഈ ഒരു ബ്ലോക്ക് മാത്രം ട്രീറ്റ് ചെയ്ത് പോയിട്ട് നിങ്ങളുടെ ഡയബറ്റീസ് കൺട്രോൾ ആവണമല്ലോ. ഡയബറ്റീസ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ബ്ലോക്ക് ട്രീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങളൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബ്ലോക്കിനൊരു ശമനം അതൊന്ന് കുറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട്, വീണ്ടും ഡയബറ്റീസ് കൂടിക്കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഫോർമേഷൻ ഉണ്ടാവാം. അപ്പോൾ ഡയബറ്റീസ് ആണ് റൂട്ട് കോസ് എങ്കിൽ ഡയബറ്റീസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഓക്കെ, ഇപ്പം പറഞ്ഞു വരുന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ആളുകൾ കണ്ടുവരാനുള്ള, അതായത് ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഇറക്ഷൻ്റെ പ്രശ്നം വരാനുള്ള കാരണം ഡയബറ്റിക് വരുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ചിലപ്പോൾ ഉണ്ടായിക്കോളണമെന്നില്ല. ഇത് ഭാവിയിൽ നിങ്ങളത് കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഡയബറ്റിക്കിൻ്റെ കേസിൽ നമുക്ക് ഇപ്പം ഡോക്ടർ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഡയബറ്റിക്. അതുപോലെ തന്നെ ഈ പിന്നെ ഇറക്ഷൻ പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളൊക്കെ മാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാമിൻ്റെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച് വന്നിട്ടുള്ളത് ഡയബറ്റിക്കിനെ കുറിച്ചായിരുന്നു. ശരിക്ക് പ്രമേഹ രോഗികൾക്ക് ഉദാഹരണം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മൾ പ്രമേഹ രോഗികളെ എടുത്തു നോക്കുന്ന സമയത്ത് എന്താണെങ്കിലും അവരൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കുലേഷൻ കുറയാം, രക്തചംക്രമണം അവരുടെ ബോഡിയിൽ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കറിയാമല്ലോ, ഡയബറ്റീസ് ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിന് മുകളിലായിട്ട് ഡയബറ്റീസ് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണെങ്കിലും ഒരു ന്യൂറോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷനും ഡെവലപ്പ് ചെയ്യാം, ഡയബറ്റിക് ന്യൂറോപ്പതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും അവരിൽ ഈ ഒരു പ്രശ്നം വരാം, ഇറക്ഷൻ പ്രോബ്ലം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇപ്പം ഇതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഉദാഹരണം നഷ്ടപ്പെടുത്തുന്നത്? അപ്പം ഇപ്പം നമ്മൾ ഒരു കോസസ് എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നത് ചെറുപ്പക്കാരിലും ഉണ്ട്. അപ്പോൾ പ്രായമായവരിലായിരുന്നു ഒരു കാലത്തൊക്കെ കണ്ടുവന്നത്, പക്ഷേ ഇന്ന് ചെറുപ്പക്കാരിലും കാണുന്നുണ്ട്. ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഓവർ വെയിറ്റ് ആണ്. വെയിറ്റ് കൂടുന്നത് കൊണ്ടാണ്. നന്നായിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്, അതിന് വേണ്ട അത്രയുള്ളൊരു എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. വയറ് കൂടുന്നു ശരീരത്തിൽ. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ ലിംഗം എന്ന് പറയുന്നത് നമ്മുടെ വയറിന് താഴോട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു വണ്ണം എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ അവർക്ക് ഒരു ബ്ലോക്ക് ഫോർമേഷന് നല്ലൊരു കാരണമാണ്. അപ്പോൾ നമുക്ക് വയറ് കൂടുന്നതും ഓവർ വെയിറ്റ് ആവുന്നതൊക്കെ പുരുഷന്മാരിൽ, അതായത് യങ്സ്റ്റേഴ്സിൽ ഇത് വലിയൊരു റീസണാണ്. അതാണ് കല്യാണം കഴിക്കുന്നതിന് മുൻപേ അവർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സിൽ വന്ന ചേഞ്ചസ് നമ്മൾ എന്താണെങ്കിലും അതൊന്ന് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഡോക്ടർ പറയുന്നത് കുടവയറുണ്ടോ ഉദാഹരണ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണല്ലേ? കൂടുതലാണ്. ഇപ്പം ഇതുപോലെ നമുക്ക് ഇപ്പം മെയിനായിട്ടുള്ള ആളുകൾ സിമ്പിളായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഉദാഹരണ പ്രശ്നം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും?
ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് ഫാസ്റ്റ് ഫുഡ് തന്നെയാണ്. ഫാസ്റ്റ് ഫുഡ് നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നത്, അത് കരുതിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ചോറ് പ്രശ്നക്കാരനല്ല എന്ന് ഞാൻ പറയുന്നില്ല. ചോറും വലിയൊരു പ്രശ്നക്കാരൻ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ചോറ് കഴിച്ച് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ പഞ്ചസാര കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിച്ച് കഴിഞ്ഞാലും ഇപ്പോൾ മൈദ എടുത്ത് കഴിഞ്ഞാലും ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരു ഊർജ്ജം തന്നിട്ട് പിന്നെ അത് ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഫാറ്റ് കൂടുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് ഫാറ്റി ലിവർ മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഡയബറ്റീസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ഓക്കെ. ഇപ്പം നമ്മളിതിൽ സംസാരിച്ചതിൻ്റെ വിഷയമാണ്. അപ്പോൾ ഷുഗറിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, പിന്നെ ഷുഗർ കൂടുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പഞ്ചസാര മുഴുവനായിട്ട് ഒഴിവാക്കും. ഇപ്പോൾ ഷുഗർ വരുമെന്ന് പേടിച്ച് നമ്മൾ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ഞാനൊരു കേസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അവർ പഞ്ചസാര ഇല്ലാത്ത ചായ വാങ്ങി കുടിക്കും. അതിൻ്റെ കൂടെ തന്നെ അവർ നന്നായിട്ട് എണ്ണക്കടികൾ കഴിക്കും. അപ്പം അവർ വിചാരിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ വില്ലൻ പഞ്ചസാരയാണെന്നാണ്. പക്ഷേ ഈ എണ്ണക്കടികളോ മറ്റുള്ള ഐറ്റംസോ ഒന്നും അവർ തിങ്കിങ്ങേ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ചെറിയ അളവിലൊരു ഷുഗർ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പം നന്നായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഷുഗർ എടുത്താൽ വലിയ പ്രശ്നമല്ല. പക്ഷേ അവർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താ, ബാക്കിയുള്ള ഐറ്റംസൊക്കെ നന്നായിട്ട് കഴിക്കുന്നു, എക്സസൈസ് ഒന്നുമില്ല, ഷുഗർ അങ്ങോട്ട് കട്ട് ചെയ്തിരുന്നു. അത് വലിയൊരു മാറ്റമൊന്നും അവരുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ സംസാരിച്ചു, അതിൻ്റെ എന്താണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളത് സംസാരിച്ചു, ഒക്കെ സംസാരിച്ചു. അതിനുള്ള ചോദ്യം പിന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു സാധനമാണ്, ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പേ കാണുന്ന ഒരു ലക്ഷണമാണ് ഉദാഹരണ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? അത് ഏറെക്കുറെ ശരിയാണ്. അതിനുള്ളൊരു റീസൺ, അറ്റാക്ക് വരുന്ന സമയത്ത് അവരിൽ കാണിക്കുന്നത് എന്താണ്, ബ്ലോക്കാണ്. ഈ ബ്ലഡ് വെസലിൽ കാണിക്കുന്നത് ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവാം. അപ്പം അത് എവിടെയൊക്കെയാണോ ബ്ലഡ് വെസൽസ് പോകുന്നത് അവിടെയൊക്കെ ഈ ഒരു ബ്ലോക്ക് ഫോർമേഷൻ ഉണ്ടാവാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പെനിസ് എന്ന് പറയുന്നത്, ലിംഗത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ. അപ്പോൾ അവിടെയും ബ്ലോക്ക് ഉണ്ടാവാം. അപ്പം അതിന് മുൻപായിട്ട് കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ഉദാഹരണക്കുറവ്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അറ്റാക്കാണ്. അപ്പോൾ ഇത് നമ്മൾ അത്ര നിസ്സാരമാക്കി എടുക്കാറില്ല. പക്ഷേ അറ്റാക്ക് വന്ന് അതിന് കുറച്ച് മുൻപായിട്ട് അവരിൽ കാണിച്ചൊരു സിംറ്റം ആയിരിക്കാം ഈ ഒരു ഉദാഹരണ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരിലും ഇത് ഉണ്ടാവണം എന്നില്ല. ഓക്കെ. ഇപ്പം ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങളും ആളുകൾ നമ്മൾ ക്ലിനിക്കിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. ഈ ഉദാഹരണ പ്രശ്നവും അല്ലെ ഉദാഹരണക്കുറവും ശീഘ്രസ്ഖലനം ഒന്നാണോ? ഒന്നല്ല, ഇത് രണ്ടും രണ്ട് കണ്ടീഷനാണ്. പക്ഷേ ഒരാളിൽ തന്നെ നമുക്ക് രണ്ടും കാണാൻ സാധിക്കും. അതാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് തന്നെ ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഡയബറ്റീസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഉദാഹരണ പ്രശ്നം വന്നിട്ടുണ്ട് ഡോക്ടർ, എനിക്ക് അതുപോലെ തന്നെ പ്രിമച്വർ ഇജാക്കുലേഷനും ഉണ്ട്, ടൈമിംഗ് വളരെ കുറവാണ് എന്നാണ് പേഷ്യൻ്റ് പറയുന്നത്. അപ്പോൾ പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് പെട്ടെന്ന് തന്നെ ശുക്ലസ്ഖലനം ഉണ്ടാവുന്നത്, അതായത് ശീഘ്രസ്ഖലനം നടക്കുക, ശുക്ലം പെട്ടെന്ന് പുറത്തോട്ട് വരുന്നതിനെയാണ്. അപ്പോൾ ഇത് 10 സെക്കൻഡിനുള്ളിൽ തന്നെ സംഭവിക്കാം. ചില ആളുകൾ 1 സെക്കൻഡ് 2 സെക്കൻഡിനുള്ളിലും പ്രശ്നം വരാം. ചില ആളുകളിൽ ഉദാഹരണ വൈകല്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാറില്ല, പക്ഷേ അവരിൽ ഈ ഒരു ശീഘ്രസ്ഖലനം സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസസുകളിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കാരണങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ. അപ്പം ഇപ്പം കാരണങ്ങൾ പല ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ ശീഘ്രസ്ഖലനം ഉണ്ടാവാനുള്ള ഒരു 5 കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന സമയത്ത് ഒബേസിറ്റി വലിയൊരു റീസണാണ്, ഫാറ്റ് കൂടുന്നത്. അതുപോലെ തന്നെ ഡയബറ്റീസ് പേഷ്യൻസിൽ നമ്മൾ ഉദാഹരണ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ നെർവ് ഡിസോർഡേഴ്സ് ഉള്ള ആളുകളിൽ ഉദാഹരണ പ്രശ്നം പ്രധാനമായിട്ടും കാണിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ആൽക്കഹോളും അതുപോലെ തന്നെ പുകവലിയും. ഇപ്പോൾ പുകവലീൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പുകവലിക്കാറുണ്ട്? ചില ആളുകൾ അത് പറയാറില്ല. ഈ പുകവലി എന്ന് പറയുന്നത് വലിയൊരു കാരണക്കാരനാണ്. കാരണം നമ്മൾ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പുകവലിക്കുന്നതിനനുസരിച്ച് ബ്ലഡ് വെസൽസിൻ്റെ ടെമ്പറേച്ചർ കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു രക്തക്കുഴൽ കൺസ്ട്രിക്റ്റ് ആവും, ചുരുങ്ങി കഴിഞ്ഞാൽ എന്താണ്, അവിടേക്ക് പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രിമച്വർ ഇജാക്കുലേഷൻ വരാം. പിന്നെ ബോഡി പെട്ടെന്ന് ഹീറ്റ് ആവുന്ന ടൈപ്പ് ഓഫ് ആളുകളുണ്ട്, പെട്ടെന്ന് ബോഡി ചൂടാവുന്ന ആളുകൾ. അവരുടെ ഭക്ഷണ രീതി ആയിരിക്കാം അത് ചിലപ്പം, അല്ലെങ്കിൽ പണ്ട് മുതൽ അവർ അങ്ങനെ ആയിരിക്കാം. അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ ഈ ഒരു പ്രിമച്വർ ഇജാക്കുലേഷൻ കണ്ടുവരാറുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിൽ നമുക്ക് 1-2 വിഷയങ്ങളോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണ്. അത് ഒന്നാണ് പുകവലി നല്ലതാണോ? പുകവലി നല്ലതാണെന്ന് ആരും പറയില്ല. പുകവലി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു കാണുന്നൊരു കാര്യമാണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതിൻ്റെ പാക്കറ്റിൽ പോലും എഴുതി കാണിക്കുന്നുണ്ട് ഒട്ടും ശരീരത്തിന് നല്ലത്. എന്നിട്ടും നമ്മൾ പലരും ഒരു സുഖത്തിന് വേണ്ടിയിട്ടോ അവർക്ക് എന്തോ അത് വലിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു അഡിക്ഷനാണ്. അപ്പോൾ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്ത ദിവസം 2 വലിക്കാൻ തോന്നും. അങ്ങനെ അവർ അഡിക്റ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുകവലി എന്ന് പറയുന്നത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല. ഈ പറഞ്ഞ പോലെ തന്നെ ശരീരത്തിനകത്ത് പല ഭാഗങ്ങളിലായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കാം. അതൊന്ന് പ്രധാനമായിട്ടും നമ്മുടെ ഹാർട്ടിലോട്ട് പോകുന്ന ബ്ലഡ്
ബ്ലഡ് വെസൽസിൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ പെനിസിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽസിൽ ഉണ്ടാക്കാം. കാലിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽസ് നമുക്കറിയാം ബേർജേഴ്സ് ഡിസീസ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ പുകവലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കാലിൽ സർക്കുലേഷൻ ഇല്ലാതെ നെക്രോസിസ് വന്നിട്ട് കാല് കട്ട് ചെയ്യുന്ന സ്റ്റേജിലോട്ട് വരെ അത് പോവാറുണ്ട്. അപ്പം പുകവലി ഒട്ടും തന്നെ ശരീരത്തിന് നല്ലൊരു കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ സംസാരിച്ചൊരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇതിന് കാരണമാവുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഈ ശീഘ്രസ്ഖലനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ശീഘ്രസ്ഖലനം ഉണ്ടാക്കുന്ന ഫുഡുകൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ, മീറ്റ് കഴിക്കുക എന്ന് പറയുമ്പോൾ മീറ്റ് ഒട്ടും തന്നെ കഴിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ആഴ്ചയിൽ നമ്മൾ 1-2 ദിവസം ചെറിയൊരളവിൽ മീറ്റ് കഴിച്ചാൽ പ്രശ്നമല്ല. പക്ഷേ എല്ലാ ദിവസവും 3 നേരം കഴിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മൾ ഇത് ഈ ഒരു പ്രശ്നം ശീഘ്രസ്ഖലനം മാത്രമല്ല, ഉദാഹരണ പ്രശ്നം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരാളുകൾ എന്ന് പറയുന്നത് പ്രവാസികളാണ്. പ്രവാസികൾക്ക് ഇത് കാണാനുള്ളൊരു റീസൺ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. അവരുടെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ ഭാഗമായിട്ട് അവരിൽ പകുതിയിലേറെ ആളുകളും പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ നാടുകളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹോട്ടൽസൊക്കെ ഓപ്പൺ ആവുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിലാണ്. ഈ രാത്രി ഹെവി ഫുഡ് കഴിച്ച് കിടക്കുന്ന ഒരു ശീലമാണ് നമ്മൾ പലർക്കും ഉള്ളത്. അതുപോലെ തന്നെ മീറ്റ് കൂടുതൽ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കൂടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഹോട്ടായിട്ടുള്ള ബീവറേജസ് കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് കോഫി കുടിക്കുന്നത്, അല്ലെങ്കിൽ മദ്യപാനം കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ തന്നെ നമുക്ക് പ്രിമച്ചർ ഇജാക്കുലേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശീഘ്രസ്ഖലനത്തിൻ്റെയും അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നത്തിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കാം. അതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ദൂര പ്രവാസികളാണെന്ന് ഈ പറഞ്ഞ പോലെ പ്രവാസികൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവാസികളായിക്കോട്ടെ അല്ല വിദൂരത്തുള്ള ആളുകളായിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ചിലപ്പോൾ സ്യൂട്ടബിൾ ആവുന്നതാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ശീഘ്രസ്ഖലനം പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കേട്ടുള്ള സമയത്താണ് ആദ്യരാത്രിയിൽ എത്തുന്ന സമയത്ത് ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നുണ്ടത്. എന്തുകൊണ്ടാണ് ആദ്യരാത്രിയിൽ ബന്ധപ്പെടുന്ന ഒരാൾക്ക് ശീഘ്രസ്ഖലനം ഉണ്ടാകുന്നത്? ശീഘ്രസ്ഖലനം മാത്രമല്ല ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോസസ് നോക്കുമ്പോൾ ഫിസിക്കലി കോസസുകളുണ്ട് നമ്മുടെ ബോഡിക്ക് വരുന്ന, അതുപോലെ തന്നെ സൈക്കോളജിക്കലി പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ സൈക്കോളജിക്കലി പ്രശ്നങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് നൈറ്റിൽ ഈ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഫസ്റ്റ് നൈറ്റിൽ ആദ്യം തന്നെ വൈഫുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം പുരുഷന്മാരുടെ മനസ്സിൽ പല തിങ്കിങ്സും കാര്യങ്ങളും ഉണ്ടാവും. ആൻസൈറ്റി ഉണ്ടാവാം, അവർക്ക് ചിലപ്പം ഒരു ടെൻഷൻ ആയിരിക്കാം. ഓക്കെ, ഇത് ഞാൻ സക്സസ് ആയിട്ടില്ലെങ്കിൽ വൈഫിൻ്റെ മുന്നിൽ ഞാൻ അവിടെ കൊച്ചായി പോവുമോ അല്ലെങ്കിൽ ചെറുതായി പോവുമോ, അങ്ങനെയുള്ള ഒരുപാട് മാനസികമായിട്ട് അവരിലൊരു സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബ്രെയിനും നമ്മുടെ ശരീരവും പല ഭാഗങ്ങളായിട്ട് കോർഡിനേറ്റഡ് ആണ്. ഈ കോർഡിനേഷൻ നഷ്ടപ്പെടും, നെർവ്സും മസിൽസിൻ്റെ ഒക്കെ കോർഡിനേഷൻ നഷ്ടപ്പെടുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പോൺ അഡിക്ഷനും മാസ്റ്റർബേഷനും എങ്ങനെയാണ് ഈ ശീഘ്രസ്ഖലനത്തെ ബാധിക്കുന്നത്? പോൺ അഡിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് അവർ പോൺ വീഡിയോസ് ഒരുപാട് കാണും. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിയുന്ന സമയത്ത് അവർ കൂടുതലായിട്ട് ഈ ഒരു മാസ്റ്റർബേഷൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് പാർട്ട്ണർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കില്ല. അപ്പം അവരിത് കണ്ടിട്ട് ഇങ്ങനെ സ്വയം മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും അവർ കുറച്ചും കൂടി ഒന്ന് പ്രീതി അവരിൽ ഉണ്ടാവുന്നത്. അപ്പം ഇത് ഒരുപാട് കാലം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റർബേഷനൊക്കെ ചെയ്യുക, ഇപ്പോൾ 7 days വീക്കിൽ 7 days നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അവിടെ ഒരു നെർവ്സ് ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നെർവ് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടേക്കുള്ള കോർഡിനേഷനും കാര്യങ്ങളും നഷ്ടപ്പെടുന്നു, സർക്കുലേഷൻ പ്രോപ്പർ ആവുന്നില്ല, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നു. അപ്പോൾ ഡോക്ടറെ, നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ ഈ പോൺ അഡിക്ഷനും മാസ്റ്റർബേഷനും. ഈ പോൺ അഡിക്ഷനും മാസ്റ്റർബേഷനും നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റുമോ? പൂർണ്ണമായിട്ട് നിർത്തുക എന്ന് പറയുന്ന സമയത്ത് മാസ്റ്റർബേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് നമ്മൾ ആരോടും പറയുന്നില്ല. ഇപ്പോൾ വീക്കിലി വൺസൊക്കെ മെയിൽസ് അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതുവഴി അവർ സെക്ഷലി ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കുറച്ചാരും അഡിക്ഷൻ നിർത്തണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അതായത് കൂടുതൽ സമയം നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ സ്പെൻഡ് ആവുക. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തിങ്കിങ്സും കാര്യങ്ങളൊക്കെ വരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് ഒരു പാർട്ട്ണർ ഉണ്ട്, അപ്പം അവർ ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇവരിലൊരു ഫീലും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫിലിം കാണാൻ പോവുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഇതാണ് നമ്മൾ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുമ്പ് ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ക്ലിനിക്കിൽ ഓൺലൈനായിട്ട് വന്ന പേഷ്യൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ആയിരുന്നു. അപ്പം അവരതിലുണ്ടായിരുന്നത് അവർക്ക് ഉദാഹരണ പ്രശ്നത്തിൻ്റെയും പിന്നെ ടൈമിങ്ങിൻ്റെ ആയിക്കോട്ടെ, അവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഷുഗർ ഉണ്ടായിരുന്നു, പിന്നെ
അതുപോലെ ഓവർ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മാസം കൊണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ, ഇതെങ്ങനെയാണ് ഒരു മാസം കൊണ്ട് പൂർണ്ണമായി മാറ്റാൻ പറ്റിയത്? അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ഒരു 5 കിലോ അവർ ഒരു മാസം കൊണ്ട് തന്നെ വെയിറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് ഒരു മാസം കൊണ്ട് ഇവർക്ക് പ്രശ്നം മാറിയത്? ആൾ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഡോക്ടർ എനിക്ക് 2 മെഡിസിനേ തന്നിട്ടുള്ളൂ, അപ്പോൾ ഞാൻ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് എടുത്തു, എക്സസൈസ് ചെയ്തു, ഡയറ്റീഷ്യൻ കറക്റ്റായിട്ട് അവരെ ലീഡ് ചെയ്തു ആ ഒരു 1 മന്ത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഡയറ്റ് നമ്മൾ ഇൻക്ലൂഡ് ആക്കി, അതുപോലെ തന്നെ എക്സസൈസും കൊടുത്തു. അപ്പോൾ ഡയറ്റ് കൃത്യമായിട്ട് എടുത്തു, ഡയബറ്റീസ് കുറഞ്ഞു. വന്ന സമയത്ത് അവർക്കൊരു HbA1c എന്ന് പറയുന്നത് 7 something ഒക്കെ ഉണ്ടായിരുന്നു, അതൊരു നോർമൽ റേഞ്ചിലോട്ട് വന്നു. അതുപോലെ തന്നെ ഒരു 5 kgs ഒരു മാസം കൊണ്ട് തന്നെ അവർക്ക് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ എന്നാലും ആൾക്ക് ചില മിസ്റ്റേക്കുകളൊക്കെ ചെയ്തു, ആ ഒരു 1 മന്തിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആൾക്കൊരു 50% മാറ്റം വന്നു വിത്ത് ലിമിറ്റഡ് മെഡിസിൻസ് കൊണ്ട് തന്നെ. അപ്പോൾ നല്ലൊരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഡയറ്റ് എടുത്ത് എക്സസൈസ് ചെയ്ത് നമ്മുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ടും കാര്യങ്ങളും വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇതുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ശീഘ്രസ്ഖലനായിക്കോട്ടെ, പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമായിക്കോട്ടെ, ഉദ്ധാരണ പ്രശ്നമായിക്കോട്ടെ, ഇതിൻ്റെ എന്ത് വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് വന്നൊരു പേഷ്യൻറ്റ്, നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പേഷ്യൻറ്റ്, അവരുടെ ഫീഡ്ബാക്കോട് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് അവർ എഴുന്നേറ്റ സമയത്ത് അവർക്ക് എന്ത് ചെയ്തില്ല, മൂത്രം പോകുന്നില്ല, രാവിലെ എഴുന്നേറ്റ സമയത്ത് മൂത്രം പോകുന്നില്ല. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയി, കാഷ്വാലിറ്റി പോയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം സൂചി കമ്പി കയറ്റി നോക്കണം, ഇത് വർക്ക് ചെയ്യാന്നില്ല, എന്നിട്ട് അത് പ്രോപ്പർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കത്തീറ്ററിലിട്ടിട്ട് ട്യൂബ് ഇട്ട് നടക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ബേസിക് കാരണം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ആണ്. ആ ഒരു ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. ഡോക്ടറെ നമസ്കാരം. മെഡിസിൻ എനിക്ക് കിട്ടി, ഞാനത് കഴിച്ചു തുടങ്ങി. എനിക്ക് നല്ല മാറ്റമുണ്ട്. 10 ദിവസം തന്നെ എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഡോക്ടറെ ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് മെഡിസിൻ ഉപയോഗിച്ച ആളാണ്. 2 ഡോക്ടറെ കണ്ടിട്ടുള്ളൂ. ആ ഒരു ഡോക്ടറുടെ വിഷയം മരുന്ന് ഉപയോഗിച്ച ആളാണ്. പക്ഷെ അതിനേക്കാളും ഇത് വളരെ ബെറ്ററാണ്. ആ മെഡിസിനെ കഴിച്ചൊരു 10 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ -0.1 മാത്രമേ മാറ്റമുള്ളൂ. പക്ഷെ ഡോക്ടറെ അയച്ച മെഡിസിൻ എനിക്ക് ഇന്നലെ മോർണിംഗിൽ കയ്യിൽ കിട്ടി. ഞാൻ മോർണിംഗിലും കഴിച്ചു, ഈവനിങ്ങിലും ആ പറഞ്ഞതുപോലെ കഴിച്ചു. പക്ഷെ പ്രതീക്ഷിക്കാത്ത മാറ്റം ബോഡിക്കുണ്ട്, ശരീരത്തിലുള്ള നെർവിനുണ്ട്, ദാമ്പത്തികത്വത്തിന് മാറ്റമുണ്ട്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് നല്ല വൈഫോട്ട് ജീവിച്ചത്. താങ്ക് യു. ഞാൻ ഡോക്ടർ ഡയറക്റ്റ് ഒന്ന് കാണുന്നുണ്ട്. ശരി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, അവർക്ക് ഈ സർജറി പറഞ്ഞെടുത്തുന്ന അവർക്ക് വെറും 3 ആഴ്ച കൊണ്ടാണ് ഈ പ്രശ്നം മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിന് റെഡിയാണോ, നിങ്ങൾക്ക് ആ പ്രശ്നം മാറിക്കിട്ടും. അതിന് ഒരുപാട് 6 മാസമോ 1 ഇയറോ ഒന്നും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ഡയബറ്റിക്കിന് പോലും നമ്മളെ റിസൾട്ട് ക്ലിനിക്കിൽ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 1 മന്ത് കൊണ്ട് തന്നെ HbA1c നോർമലിലേക്ക് പോവാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ വില്ലിങ് ആണോ, നിങ്ങൾക്ക് പ്രശ്നം മാറും. അതിൻ്റെ അഭിപ്രായം എന്താ ഡോക്ടർ? അതെ, നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ആ ജാഫറിനെ പേഷ്യൻറ്റിനെ തന്നെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ആൾ ഒരുപാട് എഫേർട്ട് എടുത്തു, ആളെ കൊണ്ടാവുന്ന രീതിയിലുള്ള എഫേർട്ട് എടുക്കും. പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സ് നമ്മളോട് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ചായക്കടി കുടിക്കാം, ഒരു ചായക്കടിയല്ലേ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് അതിനെല്ലാത്തിനും ഒരു എഫേർട്ട് കൂടുതൽ എടുത്ത് നിങ്ങളൊരു ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്തെ ആ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം ഡയറ്റ് എടുത്തു, സെക്കൻഡ് ഡേ നിങ്ങൾ വീണ്ടും പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചു, കുഴപ്പമില്ല, നാളെ കുറച്ച് അധികം എക്സസൈസ് ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല. എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം കൃത്യമായിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മെഡിസിൻസ് കൂടി കഴിക്കുമ്പോഴേ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. പല വിഷയം, ഇപ്പോൾ ശീഘ്രസ്ഖലനം, പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഒരു കാര്യം കൂടെ നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് വയാഗ്ര എന്ന് പറയുന്നത്. പല ആളുകളും ഇന്ന് ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് എടുക്കുന്ന ഒരു കാര്യമാണ് വയാഗ്ര എന്ന് പറയുന്നത്. കാരണം അവർക്ക് പാർട്ണറായിട്ട് ചിലപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുന്ന ടൈമിംഗ് ആയിരിക്കും. പക്ഷേ ആ സമയത്ത് അവർ വയാഗ്ര ഉപയോഗിച്ചിട്ട് കൂടുതൽ സമയത്ത് അവർക്ക് സെക്സ് ചെയ്യാം എന്നുള്ള രൂപത്തിലാണ് വയാഗ്ര എടുക്കുന്നത്. ഈ വയാഗ്ര എടുത്താലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ലെ വയാഗ്ര നല്ലതാണോ? ഒരിക്കലുമല്ല. നമ്മൾ വയാഗ്ര എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ചെറുപ്പക്കാരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം അവർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടാണ് ഇത് വാങ്ങി കഴിക്കുന്നത്. അപ്പം ഇങ്ങനെ വയാഗ്ര നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ അസുഖങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയില്ല. ഇപ്പം ഈ ചെറുപ്പക്കാരിലും ഇത് വന്നത് ഒരു പക്ഷേ ഡയബറ്റീസിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കാം, അവരിൽ കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം. ഇതൊന്നും അറിയാതെ അവർ ചിലപ്പം വയാഗ്ര എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ബോഡിയിൽ കാണിക്കാം. ചിലപ്പോൾ അവരിൽ BP കൂടുകയും അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ സാധ്യതകളൊക്കെ ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് പ്രായമായിട്ടുള്ള ആളുകളും, അവരുടെ ബോഡിയിലും ഒരുപാട് ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്നും അറിയാതെ നിങ്ങൾ ഒരു മെഡിസിൻ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കുന്നത് തന്നെ വലിയൊരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പോൾ വയാഗ്ര ഇഷ്യൂ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ വയാഗ്രയ്ക്ക് പകരമായിട്ട് നമുക്ക് ഉദാഹരണ പ്രശ്നത്തിനും ശീഘ്രസ്ഖലനത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?
ഇപ്പോൾ നമ്മുടെ ആയുർവേദത്തിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമുക്ക് വലിയ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങളൊരു വയാഗ്ര എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തായിരിക്കും ഉദാഹരണം കിട്ടുമായിരിക്കും. ഇപ്പം നമ്മളൊരു ആയുർവേദ മെഡിസിൻസ് അല്ലെങ്കിൽ ഹോമിയോ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, പക്ഷേ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം നമുക്ക് സമയമെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് മെഡിസിൻസ് ആയുർവേദത്തിലുണ്ട്. ഇപ്പം അശ്വഗന്ധ ചൂർണ്ണാണെങ്കിലും ത്രിഫല ചൂർണ്ണമൊക്കെ ആണെങ്കിലും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെയാണ് നിങ്ങൾ നായ്ക്കുരുണ പരിപ്പ്, ഇതൊക്കെ എല്ലാവരും കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ പ്രൊമച്ചർ ഇജാക്കുലേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലും കൂടി ചേഞ്ചസ് വരുത്തണം. നമ്മൾ മെഡിസിൻസ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരില്ല. ഇപ്പോൾ ഡോക്ടറെ, നമ്മളിപ്പോൾ പല വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ സംസാരിച്ചു, ശീഘ്രസ്ഖലനത്തിൻ്റെ കാരണങ്ങൾ സംസാരിച്ചു, അതിൻ്റെ എന്താണ് അതിൻ്റെ മാറ്റം വരുത്തേണ്ടതൊക്കെ നമ്മൾ സംസാരിച്ചു. എങ്കിലും നമ്മളിപ്പോൾ ഉദാഹരണ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ഭക്ഷണത്തിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളതും ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക. ഇപ്പോൾ ഫ്രൂട്ട്സുകൾ കഴിക്കാൻ നമ്മൾ പേഷ്യൻസിനോട് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡയബറ്റിക് പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കരുത്. അപ്പോൾ മീഡിയം പഴുപ്പിലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക. ഫ്രൂട്ട്സുകളിൽ തന്നെ പ്രധാനമായിട്ട് നോക്കുന്ന സമയത്ത് പേരക്കയും അനാറ് അഥവാ റുമാമ്പഴമൊക്കെ നിങ്ങൾ കഴിക്കുന്നത് ഉദാഹരണ പ്രശ്നത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കേണ്ടത് അധികം റിഫൈൻഡ് അല്ലാത്ത ഫുഡുകളാണ്. റിഫൈൻഡ് ആയിട്ടുള്ള സെറൽസും കാര്യങ്ങളൊന്നും നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യരുത്. റിഫൈൻഡ് ഓയിൽസ് അമിതമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ചെറുമത്സ്യങ്ങളായിട്ടുള്ള മത്തി, അയല, ഫ്ലാക്സ് സീഡ്സ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. എള്ള് കൂടുതലായിട്ട് കഴിക്കുന്നത്, ഇപ്പം പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും എള്ള്, അതുപോലെ തന്നെ പംകിൻ സീഡ് അഥവാ മത്തൻ കുരു ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നട്ട്സുകൾ കഴിക്കുന്നത് നല്ലതാണ്, എല്ലാം പരിമിതമായിട്ടുള്ള അളവിൽ മാത്രം. അപ്പോൾ നട്ട്സ് കഴിക്കണം എന്ന് കരുതിയിട്ട് ഒരുപാട് അളവിൽ കഴിക്കരുത്. ഒരു 5 ബദാം ആ ഒരു രീതിയിൽ വാൾനട്ടൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താനൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ തന്നെ ഒരു വിഷയം ഞാൻ ഒന്നുകൂടെ എടുത്തു ചോദിക്കുകയാണ്. ഈ അനാർ കഴിക്കുന്നത് എങ്ങനെയാണ് ഉദാഹരണ പ്രശ്നം മാറ്റുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഒരു ഉദാഹരണ പ്രശ്നത്തിൽ ഏറ്റവും വലിയൊരു കോസ് എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷനിലുള്ള കുറവാണ്. അപ്പോൾ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ അനാർ എന്ന് പറഞ്ഞ ഫ്രൂട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഹാഫ് അനാറൊക്കെ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അനാർ നമുക്കറിയാം, ഒരു ബ്ലഡ് കുറഞ്ഞു പോയാൽ തന്നെ നമ്മളൊരു ഹാഫ് അനാർ കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ HB ലെവലൊക്കെ കൂടും. അതുകൊണ്ട് നമുക്ക് അനാർ കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ അതിൽ രക്തയോട്ടം കൂടുന്ന വിഷയങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. നമ്മൾ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ രക്തം കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ചീര, മുരിങ്ങയുടെ ഇല വിഭാഗത്തിൽ പെടുന്ന എല്ലാം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഫ്ലാവനോയിഡ്സ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സുകൾ, ഇപ്പം ആപ്പിളൊക്കെ ഫ്ലാവനോയിഡ്സ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ടുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കരുത് എന്നുള്ള വിഷയങ്ങൾ തന്നെയാണ്. അപ്പം അതിൽ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ആൾ എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ശീഘ്രസ്ഖലനുണ്ട്, അവർക്ക് പെട്ടെന്ന് ടൈമിങ് കൂടുന്നില്ല എന്നുള്ളൊരു വിഷയം കംപ്ലൈൻ്റ് ആയിട്ട് പലപ്പോഴും നമ്മൾ ക്ലിനിക്കിൽ ആളുകൾ വരാറുണ്ട്. ഇപ്പോൾ ടൈമിങ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൈമിംഗ് കൂടണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ഹാബിറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. മദ്യപാനം അതുപോലെ തന്നെ പുകവലിയും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ബോഡിക്ക് അതായത് കൂടുതലായിട്ട് തണുപ്പ് തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം. അപ്പോൾ തണുപ്പ് തരുന്നതെന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ആണ് കൂടുതൽ. ഇപ്പോൾ നമുക്കറിയാം, മീറ്റ് ആണെങ്കിലും മറ്റെന്തെങ്കിലും കഴിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ബോഡിയിൽ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുക. പക്ഷേ മത്സ്യം അത്ര കുഴപ്പമില്ല. ചെറുമത്സ്യങ്ങൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. മുട്ടയാണെങ്കിലും വലിയ പ്രശ്നമില്ല. പിന്നെ പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളും എല്ലാം തന്നെ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സുകളൊക്കെ കൂടുതൽ, ഇപ്പോൾ വാട്ടർ മെലൺ, പൈനാപ്പിൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ, വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശീഘ്രസ്ഖലനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ കീഗൽ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണ പ്രശ്നമുള്ള ആളുകളാണെങ്കിലും പ്രിമച്വർ ഇജാക്കുലേഷനുള്ള ആളുകളാണെങ്കിലും കീഗൽ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഏകദേശം ഈ വിഷയത്തിൽ A to Z കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിക്കോട്ടെ, ഇപ്പോൾ ഡയബറ്റിക് ആയിക്കോട്ടെ, കൊളസ്ട്രോൾ, ഫാറ്റ് ലിവറിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, പ്രോസ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇത് ഏത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ ഇതിന് നല്ലപോലെ ക്യൂർ കൊണ്ടുവരാൻ പറ്റും. ഇതാണ് നമ്മൾ ക്ലിനിക്കിൽ ഇത്രയും കാലം നമുക്ക് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തതിലും പേഷ്യൻസ് വന്നതിലും നമുക്കുണ്ടാകുന്ന റിസൾട്ടുകൾ എന്ന് പറയുന്നത്. അത് 1 month എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അത് പലപ്പോഴും പല ആളുകൾക്ക് ഇപ്പോൾ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ആളുകൾക്ക് വെറും 3 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട്. 25 വർഷമായിട്ട് മാറാത്ത മൈഗ്രെയിൻ വെറും 3 ദിവസങ്ങളിൽ മാറിയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം, ആ സർജറി പറഞ്ഞ ഒരു കേസിൽ നിന്ന് അവർക്ക് വെറും 3 ആഴ്ച പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം പൂർണ്ണമായിട്ട് മാറി. അതുപോലെ തന്നെ ഇപ്പോൾ യൂറിക്
യൂറിക് ആസിഡ് കൂടിയിട്ട് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സർജറി വേണം അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് അവർക്കത് സിമ്പിളായിട്ട് കൃത്യമായിട്ട് മെഡിക്കേഷനും കാര്യങ്ങളും ചെയ്തപ്പോൾ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റി, അത് ക്യൂർ ചെയ്ത് ബാക്കോട്ട് കൊണ്ടുവരാൻ പറ്റി. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെ ഒരുപാട് അസുഖങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. മുട്ടുവേദന ആയിക്കോട്ടെ, പിന്നെ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, പിന്നെ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം സംസാരിക്കേണ്ട കാര്യമാണ്. എൻ്റെ വെയിറ്റ് കുറയൂല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു മാസം കൊണ്ട് 10 കിലോയും 15 കിലോയും കുറച്ചിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണ്, അവർക്ക് കൃത്യമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിന് കൃത്യമായിട്ട് നമ്മളെടുത്ത് നമ്മളെ ഡയറ്റീഷ്യൻസ് ഉണ്ട്, നമ്മളെ ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു പാത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് അസുഖങ്ങളും ക്യൂറായി പോയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ഒരുപാട് സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു ക്യൂർ നമുക്ക് നൽകാൻ പറ്റും. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ആദ്യം നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് ഒരു മാസം കൊണ്ട് അവർക്ക് ഉദാഹരണ പ്രശ്നം മാറിയിട്ടുണ്ട്, അവർ 5 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അവർ ഡയബറ്റിക് കൺട്രോളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും പറ്റും. ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി കണ്ടുവരും. ഹായ്, ഞാൻ ജാഫർ. ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാനൊന്ന് വിളിച്ചു നോക്കിയത്. അന്ന് 1 മന്തായി വിളിച്ചു നോക്കിയ ഡോക്ടർ ഭാഗ്യം എന്ന് പറഞ്ഞ ഡോക്ടറാണ് എനിക്ക് ഇത് ചെയ്തത്. വളരെ നീറ്റായിട്ട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവർ എൻ്റെ രോഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയാക്കി എനിക്ക് വിവരിച്ച് തന്നു. എല്ലാം സംശയങ്ങളെല്ലാം തീർത്ത് തന്നു. അവർ 2 മരുന്ന് തന്നു. പിന്നെ ഡയറ്റും എക്സസൈസും ഇതെല്ലാം വന്നിട്ട് നമ്മളെ സെബീന പറഞ്ഞു തന്നു. അവർ കറക്റ്റായിട്ട് 1 മന്ത് 3 നേരം കറക്റ്റായിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതുകൊണ്ട് ഞാനത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 75% ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് നല്ല സുഖം തോന്നും. അത് ഞാൻ പറഞ്ഞ രോഗത്തിൻ്റെതും എനിക്കൊരു 50% ക്യൂറായിട്ടുണ്ട്. ഇത് തുടർന്നാലും എനിക്കത് ഫുള്ളായിട്ട് മാറുന്നുള്ള ഒരു ഹോപ്പായിട്ടുണ്ട്. വെയിറ്റ് നല്ല കുറഞ്ഞിട്ടുണ്ട്. ഞാൻ 82 കിലോ ഉണ്ടായിരുന്നു, ഇപ്പോൾ 77 സംതിങ് ആയിട്ടുണ്ട്. നല്ലതാണ്, വളരെ നല്ലതാണ്. ഈ സെബീന സിസ്റ്ററും വളരെ നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർക്കും നിങ്ങൾക്കും. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഇതിന് ഇങ്ങനെ എന്ത് വിഷയങ്ങളായിക്കോട്ടെ, ഇതിന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ടേഷൻ ലഭിക്കുന്നതാണ്. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ കൺസൾട്ടേഷൻ എങ്ങനെയാണോ വേണ്ടതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അവരായിട്ട് സംസാരിച്ചാൽ മതി. ഇതുപോലെ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഭാഗ്യ, ക്യൂൺബി ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.